മേലോട്ട് കയറണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഒമാൻ സുൽത്താനായ ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഉർമുദി ഉണ്ടാക്കിയതാണ് ഈ സ്റ്റെപ്പ്. എങ്ങനെ പിടിക്കാൻ മുകളിലോട്ട് കയറണം എന്നുള്ളൊരു തോട്ടിനുണ്ട്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ നീന്താൻ പാടില്ല. അതായത് റീചാർജ് ഡാമാണിത്. മെയിനായിട്ട് ഇലക്ട്രിസിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡാമാണ്. നിർഭാഗ്യവശാൽ ഒരു തുള്ളി വെള്ളം പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. അത്രത്തോളം കൊടും വളർച്ചയാണ് ഇപ്പോൾ ഒമാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. لدينا ذبائح النبيع ആട്ടർച്ചി ഭയങ്കര രസമുണ്ടല്ലേ ഏരിയ. ഈ പറഞ്ഞമാതിരി ഇവര് മീൻ മേടിക്കപ്പം എന്താ എവിടെ പോണു? തണുപ്പത്ത് വന്മൂടേക്കില്ലേ മല. ഇതൊക്കെ ഈ ഡാമിന്റെ റിസർവയർ ഭാഗങ്ങളായിരുന്നു. അതായത് ഇതിന്റെ മുകളിൽ ഇതിന്റെ താഴെ ഭാഗത്ത് ഈ കിടങ്ങ് വെച്ചിട്ട് അതിലൂടെ കൊണ്ടുവന്ന സിസ്റ്റം. നമ്മളിപ്പം ഈ റോഡ് താഴ്ന്നുകൊണ്ടിരിക്കുന്നത് ഡാമിന്റെ റിസർവയറിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന ഒരു ഏരിയ ആണ്. പക്ക ഡാമിന്റെ ലെവലിലേക്കാണ് നമ്മളിപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ദൂരപ്രദേശത്തുള്ള മഴവെള്ളം കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ കൂടെ എന്ത് ചെയ്യും, ഒഴുകിയിട്ടാണ് ഡാമിന്റെ റിസർവയറിലേക്ക് കംപ്ലീറ്റ് വെള്ളം ഫില്ലാക്കുക. ഏകദേശം 104 മീറ്റർ അങ്ങനെ ഇതുണ്ട് ഡാമിന് ലെങ്ത് ഉണ്ട്. അപ്പോൾ അത്രയും വലിയൊരു സംഭരണ ശേഷിയുള്ള ഡാമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ഒമാൻ്റെ ഒരു ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഒരു വല്ലാത്തൊരു സ്ട്രക്ചർ അല്ലേ. ഒരു സ്പിറ്റി വാലിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് ഏരിയ ഉണ്ട് പക്ക. അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ അവിടുത്തെ ഒരു മെയിൻ ടൈപ്പ് മലകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കളർ ചേഞ്ചുള്ള മലകൾ അതൊക്കെ വരുന്നത് പക്ക ഒരു സ്പിറ്റി വാലി. മലകൾക്ക് കളറ് വരുന്നത് എങ്ങനെയാണ്? അതൊരു ചോദ്യമാണ്. ഇതെന്തെങ്കിലും ഒന്ന് പറയൂ മ്യൂസിയം ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഇത്തരം വളർച്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ല പച്ചപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ ഇത്തരം പച്ചപ്പുകളും കൃഷികൾക്ക് വേണ്ടിയിട്ട് ഒരു നന്നായിട്ട് റിസ്ക് എടുക്കും. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു ഡാം അത്രയും കാലം ഇവിടെ ഉള്ളതിന്റെ അനന്തര ഫലമായിട്ടാണ് പച്ചപ്പുള്ളത്. ഒരുപാട് ദൂരം ഇങ്ങനെ വെള്ളം എത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് വെള്ളം എത്തിച്ചിട്ട് അവർ കൃഷി ചെയ്യുന്നത്. മാത്രമല്ല നല്ല സമൃദ്ധമായ ഈത്തപ്പഴ കുലകളാണ്. കൊല എന്നൊക്കെ പറഞ്ഞാൽ ഇജാതി കൊല. വാഴയും സമൃദ്ധമായ ഈത്തപ്പഴക്കുലകൾ. കിട്ടില്ലേ? ഇതിലൊക്കെ റൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേണത് സിക്ക. എടാ ഇതൊക്കെ അവിടെ ഉള്ളല്ലേ? എന്താ വീഡിയോ എടുക്കുന്നത്?
ആരും കണ്ടിട്ടില്ലല്ലോ. ഒമാൻ സുൽത്താനാണ് ഖാദിയാർ. തർഹബ് ബിക്കും വിലായത്ത് മദ. വെൽക്കം ഒമാൻ. വിലായത്ത് മദ വെൽക്കം യു, സ്വാഗതം ചെയ്യുന്നു. ഒരു മാഹിയാണിതല്ലേ? അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. കോള് വരുന്നത് നമ്മൾ റോമിങ്ങിലല്ലേ ഇപ്പോ? ഹലോ, ആ പറയും. എത്ര വേണ്ടിയ ലിങ്ക് നോക്കില്ല വിളിച്ചോ. ഇങ്ങോ ഇന്നെപ്പോലത്തെ ഒരു കള ഞാൻ കണ്ടിക്കില്ല. ഞാൻ നെറ്റ് കിട്ടണം ഇവിടെ. ഒമാൻ ഇവിടെ ഉള്ള മൊബൈലാണ്. റോമിയാണ്. കോളങ്ങനെ ഒന്നും തിരിക്കില്ല. അവിടെ തന്നെ വെറുമ്പായിട്ട് കടം ചെയ്യും. ഫോട്ടോ തുടങ്ങിയുണ്ട്. ലാസ്റ്റ് ആ ദൂരെ കാണുന്ന ക്രെയിൻ ഉണ്ടല്ലോ കാലത്ത്, കൊർഫുഖാൻ പോർട്ടാണത്. അപ്പോൾ ശരാശരി എൻ്റെ ഒരു അറിവിൽ ഒരു 5-6 വെസല് ഹാൾട്ട് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉള്ളൂ. ബാക്കി ഇപ്പം അങ്ങോട്ട് അടുത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാണാം നമുക്ക്. പിന്നെ കുറേ വെസലുകളുണ്ട്, അതായത് ഷിപ്പുകൾ പുറംകടലിൽ നങ്കൂരിട്ട് നിൽക്കുന്നതാണ്. എന്നിട്ട് ഓരോന്ന് ഡിസ്ചാർജ് ആയി കഴിയുന്നവരും അത് പോയിട്ടാണ് അടുത്തതിനുള്ള വേക്കൻസി കിട്ടുക. അതവരെ ഒരു സിസ്റ്റത്തിൽ ഒരു ക്യൂ സിസ്റ്റമാണത്. ഒരു റഡാർ ത്രൂ ഒരു രജിസ്റ്റർ ചെയ്യുന്ന ഒരു ക്യൂ സിസ്റ്റമാണ്. അങ്ങനെയാണ് ഓരോ വെസലുകൾ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് എൻ്റർ ആയി വരുന്നത്. അങ്ങോട്ട് പോയാലത് കാണാൻ പറ്റും. അതായത് ഗൾഫിലെ യുദ്ധത്തിന് ശേഷം ജബലലി പോർട്ടിന് കേടുപാട് സംഭവിച്ചല്ലോ. അപ്പോൾ ഹോർമുസിൻ്റെ പ്രശ്നങ്ങൾ കാരണം പിന്നെ കൊർഫുഖാൻ പോർട്ടും ഫുജൈറ പോർട്ടും നമ്മുടെ പ്രധാനപ്പെട്ട ആശയം. അങ്ങനെ അവിടത്തേക്കുള്ള കണ്ടെയ്നറുകളാണ്. അവിടെ നിന്ന് ഡിസ്ചാർജും മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്യൂവിലുള്ള കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ജബലി ഇല്ലാത്തൊരു സാഹചര്യത്തിലും UAE പട്ടിണിയിലാകാത്തത്, അല്ലെങ്കിൽ GCC മൊത്തം വലിയ തരത്തിലുള്ള ഭക്ഷണക്ഷാമം നേരിടാത്തത് ഈ ഒരു കൊർഫുഖാനും ഫുജൈറ പോർട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ ഒമാനിലെ സൊഹാർ പോർട്ടും പ്രധാനപ്പെട്ട ഒരു മുതൽക്കൂട്ടാണെങ്കിൽ കൂടി കൂടുതലായിട്ടും എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്നത് ഈ പോർട്ടുകളാണ്. ഇതിലേക്കുള്ള കണ്ടെയ്നറുകളാണ് ഈ കാണുന്നത്. ഈ വൈറ്റ് കണ്ടെയ്നേഴ്സ് റീഫറുള്ള കണ്ടെയ്നറാണ്. അതായത് റെഫ്രിജറേഷൻ സിസ്റ്റമുള്ള ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്ന, മെയിനായിട്ട് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സാണത്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ മദയിൽ നിന്ന് ഇറങ്ങിയപാട് UAE കൊർഫുഖാൻ ഭാഗങ്ങളാണിത്. എൻ്റെ കോളേജുകൾ, പഴയ ഒരു ഊട്ടി വൈബ് ഉണ്ടല്ലേ? അതെ, അത്തരത്തിലുള്ള പാർക്കുകൾ മറ്റു വിഷയങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം. കോളേജാണത്. ബിഷി സ്ക്വയർ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വട്ടാണ്. വട്ടത്തിന് നോർമലി സർക്കിൾ എന്ന് പറയുമെങ്കിലും ഈ ഏരിയയിൽ സ്ക്വയർ എന്ന് പറയും. ഓരോ നാടിൻ്റെ ഭാഷ വ്യത്യാസം.